കോഴിക്കോട് വേദവ്യാസ സൈനിക് സ്കൂളിൽ നിന്നും ചാടിപ്പോയ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ 7 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനാവാതെ പോലീസ്. കുട്ടി ഉപയോഗിച്ച ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കൂടാതെ പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിലും കുട്ടിക്കായി തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. വിശദാംശങ്ങളുമായി റിയാസ് കേമാർ ആണ് ചേരുന്നത്. റിയാസെ, പൂനെയിലേക്ക് പോയി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയതല്ലാതെ എവിടെയാണ് കുട്ടി എന്നുള്ളത് ഇപ്പോഴും പോലീസിന് ഒരു അവ്യക്തതയാണ് അല്ലേ? തീർച്ചയായും കാളിദാസ്, കോഴിക്കോട് വേദവ്യാസ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള വിദ്യാർത്ഥി നേരെ ആ സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്നും ചാടിപ്പോയിട്ട് ഇന്നേക്ക് 7 ദിവസം പിന്നിടുകയാണ്. 7ാം ദിവസവും കുട്ടിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. നടക്കാവ് പോലീസ് ഇതിൻ്റെ ഒരു ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. ഈ കുട്ടി എവിടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ കുട്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും. ആ CCTV ദൃശ്യത്തിൻ്റെ അനുമാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലും കുട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ബീഹാർ സ്വദേശിയായ കുട്ടിയാണ്. ഈ കുട്ടി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വീട്ടിൽ പോലും തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ബന്ധുക്കളുമായി ബന്ധപ്പെടുമ്പോൾ പോലീസിന് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് പുനെയിൽ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇപ്പോഴത്തെ ധൻബാദ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ ശാസ്ത്രീയപരമായ രീതിയിലും പോലീസ് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടി ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, അതിലെ ചാറ്റുകൾ തുടങ്ങിയവ പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്നും എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഇക്കഴിഞ്ഞ 24-ന് പുലർച്ചെയാണ് ഈ കുട്ടി ഇവിടെ വേദവ്യാസ സൈനിക് സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്നും ചാടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആരും കാണാതെ പുലർച്ചെ ഒരു കേബിൾ മാർഗം ഹോസ്റ്റലിന്റെ താഴേക്ക് ഉഴുന്നിറങ്ങിയ ആ കുട്ടി, പിന്നീട് ആ ഉറുന്നിറങ്ങിയ കുട്ടി നേരെ അവിടെ നിന്നും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെ 3 മണിയോടുകൂടി എത്തിയ കുട്ടി നേരെ പാലക്കാടേക്കുള്ള ട്രെയിനിൽ കയറി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ പാലക്കാട് ഇറങ്ങി പുലർച്ചെ 6 മണി മുതൽ, രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആ കുട്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചതായുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും കുട്ടി അവിടെ നിന്നും പിന്നീട് കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തുക എന്നൊരു ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ളത്. പ്രധാനമായും ഈ ഉത്തരേന്ത്യ പോലുള്ള ഇടങ്ങളിലേക്ക് കുട്ടി എത്തിയോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായാണ് പുനെ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയതും ഇപ്പോൾ ധൻബാദ് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ ഭാഗമാണ്. അതുകൂടാതെയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ വിശദാംശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കാളിദാസ്, അതേപോലെ തന്നെ സ്കൂളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയൊന്നും ഈ ഒരു കുട്ടി നേരിട്ടിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുമായിട്ടോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരുമായിട്ടോ കുട്ടികളുമായിട്ടോ ഉള്ളൊരു പ്രശ്നമല്ല ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടത്തിന് കാരണമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചത്. അത് അങ്ങനെ തന്നെയല്ലേ? അത് മാത്രമല്ല, ഈ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിനെ എടുത്തു പറയാൻ സ്കൂൾ അധികൃതർക്കുണ്ടോ? കുട്ടി ഒരു അന്തർമുഖനാണ് എന്നുള്ള തരത്തിലാണ് നമുക്കും വിവരങ്ങൾ ലഭിച്ചത്. ഈ പൊതുവെ ഈ കുട്ടി പഠിക്കുന്നത് വേദവ്യാസ എന്ന് പറയുന്നത് നമുക്കറിയാം സൈനിക് സ്കൂളാണ്. അവിടെയാണ് പഠിക്കുന്നത്. അവിടെ നിന്നുമാണ് ഈ കുട്ടി, അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നുമാണ് ഈ കുട്ടി ആരും അറിയാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. സാധാരണ സൈനിക് സ്കൂളുകളിൽ അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി നേരിടേണ്ട ഒരു സാഹചര്യം കുട്ടികളെ സംബന്ധിച്ചില്ല. മാനസികമായൊരു ഒരു സംഘർഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യമില്ല. അതിനപ്പുറത്തേക്ക് ഈ കുട്ടിയുടെ വീട് എന്ന് പറയുന്നത് ബീഹാറിലാണ്. ഒരുപക്ഷെ തുടർച്ചയായി രക്ഷിതാക്കളെ കാണാത്തതിൻ്റെ എന്തെങ്കിലും വിഷമമാണോ, അതല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂൾ അധികൃതർ പറയുന്നത് പോലെ പൊതുവെ അന്തർമുഖനായ ഒരു കുട്ടി, ആ ഒരു അന്തർമുഖൻ അതിൻ്റെ ഒരു അന്തർമുഖത്വമാണോ, അതിനപ്പുറത്തേക്ക് മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടി രക്ഷിതാക്കളെ അത്തരത്തിൽ ഇറങ്ങിയതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് ഗൃഹാതുരത്വമായൊരു ഓർമ്മകൾ വന്നതിൻ്റെ അത്തരം ചിലപ്പോഴൊക്കെ ഈ ഹോസ്റ്റലിൽ നിന്നും ചാടിപ്പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് വീട് എന്ന് പറയുന്നത് വലിയൊരു
ഫീലിംഗ് ആണ് അത്. പുറത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വീടിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ഹൃദയബന്ധം, വൈകാരികത ബീഹാറിലെ വീട് കേന്ദ്രീകരിച്ച് ഇറങ്ങിയ കുട്ടി വഴിയിൽ എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, അല്ലെങ്കിൽ വഴിമാറിപ്പോയോ, എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും പോലീസ് അന്വേഷണ സംഘം ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ്. അതിലേക്കുള്ള ഒരു നിരന്തരമായ ഒരു അന്വേഷണത്തിനും പരിശ്രമത്തിനുമാണ് പോലീസ് ഉള്ളത്. മാറാണ് വിവരങ്ങൾ നൽകിയത്.